സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും തന്നെ യാത്രകൾ ചെയ്യുന്നതാണ്. ഫാമിലിയായിട്ടും അല്ലാതെയുമൊക്കെ യാത്രകൾ ചെയ്യുന്നതാണ്. നമ്മൾക്കറിയാം, വാൾപ്പാറ ദുരന്തം നമ്മളെല്ലാവരെയും വളരെ വിഷമത്തിലാക്കിയ ഒരു ദുരന്തം തന്നെയാണ്. 9 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കുറച്ച് പേർ അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് യാത്രകൾ ഒരിക്കലും തന്നെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യാത്രയ്ക്ക് മുന്നോടിയായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒരു 3 പോയിൻ്റായിട്ട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഇത് നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഒന്ന് ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത്. ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഒരു യാത്ര പുറപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോൾ, ഫാമിലി ആയിട്ടായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളുകളിൽ നിന്നൊക്കെയുള്ള യാത്രകളുണ്ട്, അങ്ങനെയൊക്കെയുള്ള യാത്രകളുണ്ട്. അപ്പോൾ ഈ യാത്രകൾക്ക് നമ്മൾ പുറപ്പെടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു വാഹനം ബുക്ക് ചെയ്യുമ്പോൾ, വാടകയ്ക്ക് ഒരു വാഹനം ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വാഹനത്തിൻ്റെ കണ്ടീഷനും അതുപോലെ തന്നെ അതിലുള്ള ഡ്രൈവർ അദ്ദേഹം എക്സ്പീരിയൻസ് ഡ്രൈവറാണോ, അതായത് ഹിൽസ് ഏരിയകൾ അതുപോലെ തന്നെ പ്ലെയിൻസ് ഏരിയകൾ, ഇത് രണ്ടും എല്ലാ ഡ്രൈവിങ്ങും ഒരേപോലെ അല്ലല്ലോ. വാഹനം ചരക്ക് കയറ്റിയ വാഹനങ്ങൾ അതുപോലെ തന്നെ ലൈറ്റ് വാഹനം, എല്ലാ വാഹനത്തിനും മെത്തേഡ് ഒരേപോലെ ആണെങ്കിലും, ബ്രേക്ക്, ക്ലച്ച്, ആക്സിലേറ്റർ, സ്റ്റെയറിങ് ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ ഒരു എന്താ പറയുക, സാന്ദർഭികമായിട്ടുള്ള റൈഡിങ്ങിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഹിൽസ് ഏരിയകളിലൊക്കെ ഇറങ്ങി വരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പരമാവധി നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അതായത് ബ്രേക്ക് കൂടുതൽ ഉപയോഗിക്കാതെ എൻജിൻ്റെ പവറിൽ ആ ഒരു പിടുത്തത്തിൽ മാക്സിമം ഇറങ്ങി വരാനും, ബ്രേക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാനും, അതുകൊണ്ട് തന്നെ ചെറിയ ഗിയറുകളിൽ അങ്ങനെയൊക്കെ ഇറങ്ങി വരാനുള്ള പല കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ വരുന്ന ഡ്രൈവേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കണ്ടീഷനും നമ്മളൊരു വാഹനം വിളിച്ച് യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കുന്ന, നമ്മുടെ ഫാമിലി സഞ്ചരിക്കുന്ന, മക്കൾ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ സ്പീഡ്, എത്ര സ്പീഡിൽ പോകണം, ഏത് രീതിയിൽ പോകണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം വാഹനം വാടക കൊടുത്ത് വിളിക്കുന്ന യാത്രക്കാർക്ക് ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഡ്രൈവറോട് കൃത്യമായിട്ട്, അമിത വേഗതയിൽ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇറക്കങ്ങളും വളവുകളൊക്കെ ശ്രദ്ധിക്കാതെ വീശി ഓടിച്ചൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഡ്രൈവറോട് ഇത്ര സ്പീഡിൽ പോയാൽ മതി, ഇത്ര സമയത്തെത്തിയാൽ മതി. നമ്മൾ അർജൻറ്റ് കാണിക്കാതെ, നമ്മളൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ വൈകിയാലും നമ്മളുടെ യാത്രകൾ ശുഭകരമായി എത്താൻ വേണ്ടിയിട്ട് സ്പീഡ് കുറച്ചുകൊണ്ട്, ലിമിറ്റ് ചെയ്തുകൊണ്ട്, വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാത്ത രീതിയിൽ സമാധാനത്തോടു കൂടി സഞ്ചരിക്കുവാനുള്ള സ്പീഡ് തിരഞ്ഞെടുക്കുവാൻ ഡ്രൈവറോട് നിർദ്ദേശിക്കാൻ നമ്മൾക്ക് കഴിയും എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ദീർഘദൂര യാത്രയൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞ് നമ്മൾ ഒരുപക്ഷെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകും, മണിക്കൂറുകളോളം നമ്മൾ എടുത്തുകൊണ്ട് കാഴ്ചകൾ കാണാനും മറ്റും ഒക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ വാഹനത്തിൽ ഡ്രൈവർ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ്. കുറച്ച് കൂടുതൽ സമയം നമ്മൾക്ക് ലഭിക്കുമെങ്കിൽ, അങ്ങനെയെങ്കിൽ ഡ്രൈവർക്ക് കൃത്യമായ വിശ്രമം നമ്മൾ ഉറപ്പുവരുത്തുക. തിരിച്ച് വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് ആ ഡ്രൈവർക്ക് പറ്റുമെങ്കിൽ നല്ലൊരു റൂം എടുത്തു കൊടുത്തുകൊണ്ട്, അദ്ദേഹത്തെ കൃത്യമായി നല്ല രീതിയിൽ ഉറങ്ങുവാൻ സഹായിക്കുന്ന രീതിയിൽ ഒരു റൂമൊക്കെ എടുത്തു കൊടുത്തുകൊണ്ട് യാത്രയ്ക്ക് പോകുന്ന ആളുകൾ, അതൊന്നും നമുക്കൊരു നഷ്ടമായി വരികയില്ല. അതുപോലെ തന്നെ യാത്രകളുടെ ഇടവേളകളിൽ, ദീർഘദൂര യാത്രയാണെങ്കിൽ ഇടവേളകൾ കൊടുക്കുകയും കുറച്ചു നേരം ചായ കുടിക്കുവാനും അതല്ല വിശ്രമിക്കുവാനൊക്കെയുള്ള സമയങ്ങൾ കൊടുക്കുന്നതും വളരെ നന്നായിരിക്കും. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ പുറപ്പെടുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുക. അതുപോലെ തന്നെ വാഹനത്തിൽ കയറുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ വാഹനത്തിൽ കയറി യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചു വെച്ച കാര്യങ്ങൾ, അതിൽ മാറ്റം വരുത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ, കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡ്രൈവർമാരോടാണ്. കാരണം ഇന്ന് എല്ലാവരും സ്കിൽഡ് ഡ്രൈവേഴ്സ് തന്നെയാണ്. ചെറിയ കുട്ടികൾ വരെ നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്നവരാണ്. അതുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നു കൊണ്ട് ഒരു അഹങ്കാരത്തിനും ജാട കാണിക്കാനുമുള്ള ഒരു സ്ഥലമായി ഡ്രൈവിംഗ് സീറ്റ് മാറ്റാതിരിക്കുക. ഡ്രൈവിങ്ങിൻ്റെ ഉത്തരവാദിത്വം, അതായത് നമ്മളുടെ ജീവൻ, നമ്മളുടെ വാഹനത്തിലുള്ളവരുടെ ജീവൻ, അതുപോലെ പുറത്തുള്ള ആളുകളുടെ ജീവൻ, ഇതെല്ലാം നമ്മൾ കാരണം അപകടത്തിലായിക്കൂടാ. അതുകൊണ്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സീറ്റാണ് ഡ്രൈവിംഗ് സീറ്റ്. അതിൽ കയറി റേസിംഗ് നടത്താനും അഹങ്കാരം കാണിക്കുവാനും ജാട കാണിക്കുവാനും ഒന്നുമുള്ള ഒരു ഏരിയ ആയിട്ട് ആരും തന്നെ ആ ഒരു സീറ്റിനെ ഉപയോഗപ്പെടുത്താതിരിക്കുക.
അങ്ങനെ റേസിങ്ങും ജാടയും ഒക്കെ കാണിക്കാൻ നിങ്ങൾക്ക് എന്താ പറയുക, ഇതുപോലെ ട്രാക്കുകളുണ്ട്. അതേപോലെ ഓഫ് റോഡുകളായിട്ടുള്ള സ്ഥലങ്ങൾ, അങ്ങനത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കാണിക്കുക. അതല്ലാതെ പൊതുനിരത്തുകളിൽ പൊതുഗതാഗത സ്ഥലങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും കാണിക്കാതെ, അഹങ്കാരമൊന്നുമില്ലാതെ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി അത് നിറവേറ്റുവാൻ എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കുക. ഇതാണ് എനിക്ക് പറയുവാനുള്ളത്.